തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായരാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത്. നമ്മൾ വന്നപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. തിരക്കിട്ട പ്രചാരണമാണ്. എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണമൊക്കെ? വളരെ നല്ല പ്രതികരണമാണ്. ഇപ്പം നമുക്ക് 7-ാം തീയതി കലാശക്കൊട്ടാണ്. അപ്പോൾ 7-ാം തീയതി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. കവർ ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പോഴും നമ്മൾ പള്ളുരുത്തി, ഇടക്കൊച്ചി, നമ്മൾ അതേപോലെ കുമ്പളമാണെങ്കിലും പനങ്ങാടാണെങ്കിലും ഇതൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയകളാണ്. അതേപോലെ ഉദയംപേരൂർ വരെ കവർ ചെയ്യണം. അതുകൊണ്ട് ഒരു സമയം പോലും റെസ്റ്റ് എടുക്കാതെ ഇവരെല്ലാവരും വളരെ എൻ്റെ കൂടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും അവർ തരുന്നുണ്ട്. ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ആളുകൾ ഭയങ്കര നല്ല പ്രതികരണമാണ്. അത് തൃപ്പൂണിത്തുറ ഞാൻ പഠിച്ചതുകൊണ്ടും എൻ്റെ നാടായതുകൊണ്ടും എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ഭൂരിഭാഗം ഞാനൊരു വളരെ ആത്മവിശ്വാസത്തിലാണ്. ഒരു വിജയിച്ച ഫീലിംഗ് തന്നെയാണ്. പിന്നെ നമ്മുടെ BJPയിലുള്ള എല്ലാ മുഖ്യധാര പ്രവർത്തകരും നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ വാർഡിലെ മെമ്പേഴ്സുമാരും കൗൺസിലേഴ്സും ഒക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കുന്നൊരു സ്നേഹവും കൂടി എനിക്ക് തരുന്നുണ്ട്, ആ സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടാണ് നിൽക്കുന്നത്. പിന്നെ 4-ാം തീയതിത്തെ എല്ലാം ഭഗവാന്റെ വിധി, ഒരു കോയിൻ്റെ 2 സൈഡ് എന്നുള്ള പോലെ ചിലപ്പം എന്തും ആയിരിക്കാമല്ലോ. റിസൾട്ട് ഒരു മത്സരമല്ലേ. ഈ ശക്തമായിട്ടുള്ള എതിരാളികളാണ് ഒപ്പമുള്ളത്. അതെങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറാണ്, കൂടാതെ വൈപ്പിൻ MLA ആണ് ഈ എതിരാളികളായി മത്സരിക്കുന്നത്. അത് എങ്ങനെ കാണുന്നു? ശക്തരായ എതിരാളികളെ ഞാൻ പ്രചരണത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണുകയും അവരുടെ അടുത്ത് പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും വളരെ സൗഹൃദപരമായിട്ടാണ് ഞാൻ അവരെ കണ്ടതും പരിചയപ്പെട്ടതും ഇടപഴകിയതൊക്കെ. മത്സരമായിട്ട് തന്നെ നിൽക്കട്ടെ. ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നല്ലത് വരാനായിട്ട് ആ പാർട്ടി കൊണ്ട് ജയിക്കുന്ന ആൾക്ക് സാധിക്കട്ടെ. ഞാൻ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. എന്തെല്ലാം പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് കിട്ടും. പിന്നെ എൻ്റെ പാർട്ടി ആണെങ്കിലും സാബു സാർ ആണെങ്കിലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്, എത്ര കോടിയാണെങ്കിലും എത്ര വലിയൊരു ബഡ്ജറ്റ് പരിപാടിയാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ബേസ് നമുക്കുണ്ട്, അതിൻ്റെ ബാക്കപ്പ് നമുക്കുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം 2020യുടെ ഭാഗത്തുനിന്നും അതേപോലെ BJPയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായതുകൊണ്ട് BJP എന്ന വലിയ കുടുംബത്തിനൊരു മകൾ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയാണെങ്കിലും 2020യെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. എന്തുകൊണ്ട് 2020? തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഉത്തരം. BJP എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് അതിൻ്റെ ഒരു പവർ എന്നുള്ളത്. അപ്പോൾ 2020യുടെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഏറെ അറിയാവുന്നതാണ്, വളരെ പ്രതീക്ഷയുള്ളതാണ്. അപ്പം രണ്ടുപേരുടെ ക്ലബ് ചെയ്യുമ്പോൾ ഇരട്ടി പവറാണ്, ഇരട്ടി ശക്തിയാണ്. അപ്പോൾ ആ ഒരു എവിടെ നിന്നൊക്കെ നമുക്ക് സോഴ്സ് ഓഫ് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുമോ? തൃപ്പൂണിത്തുറയിൽ ഓരോരുത്തരുടെ ഓരോ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നമായിക്കോട്ടെ, ഓരോ വെള്ളം ആയിക്കോട്ടെ, ട്രാഫിക് ആയിക്കോട്ടെ, പൊതുഗ്രൗണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളായിക്കോട്ടെ, വാട്ടർ ടാങ്കിൻ്റെ ബലക്ഷയമായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സാധ്യമാവുന്നതേ ഉള്ളൂ. അതെല്ലാം ചെയ്യുക തന്നെ ചെയ്യും ജയിച്ചാൽ. ഒരു നടിയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കടക്കുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? 17 വർഷം മുമ്പ് സിനിമയിലെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കടന്നത്. എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു, ചുറ്റുമുള്ള എന്താണെന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ഞാൻ വളരെ ബ്ലാങ്കായിരുന്നു സിനിമാ ലോകത്തിന്. എന്നിട്ട് ഞാൻ 157 സിനിമകളോളം സ്റ്റേറ്റ് അവാർഡും ഫിലിം ഫെയർ അവാർഡും ചെയ്തിട്ട് ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർഷം ഇതാണ് നിയോഗം എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം പഠിക്കുക തന്നെ ചെയ്യും. അതിൽ എത്രത്തോളം മികവ് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം മികവ് കാണിക്കുക ചെയ്യുക. മാറാത്തത് ഇനി മാറും, മാറാത്തത് ഇനി മാറ്റും. തൃപ്പൂണിത്തുറയിലും ഒരു വികസന മാറ്റം കൊണ്ടുവരും. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറയുടെ ഒരു മകളായിട്ട് അവരിലൊരാളായിട്ട് ഞാൻ ഉണ്ടാവും. അവർക്ക് ഏത് സമയവും ഞാൻ ജയിക്കുകയാണെങ്കിൽ ഏത് സമയവും അവർക്ക് മടി കൂടാതെ പേടി കൂടാതെ എൻ്റെ അടുത്ത് വരാം. അങ്ങനെ തന്നെയാണ്. എന്തായാലും തൃപ്പൂണിത്തുറയിൽ ഇനി മാറാത്തത് മാറുമെന്ന് തന്നെയാണ് അഞ്ജലി നായരടക്കം വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.